ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈദ് മുബാരക്. അപ്പോൾ ഈ ഈദ് സ്പെഷ്യലാക്കുവാൻ ഞാനൊരു അടിപൊളി മട്ടൺ റെസിപ്പി പറഞ്ഞുതരാം. മട്ടൺ ഇല്ലാതെ എന്താഘോഷം അല്ലേ? വീഡിയോ നമുക്ക് കാണാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ആദ്യം ഞാൻ ഹോൾ മസാല എടുത്തിട്ടുണ്ട്. ഒരു 6-7 ഗ്രാമ്പുവും ഒരു വലിയ 2 കഷ്ണം പട്ടയും ഒരു ബേ ലീഫും 7 ചെറിയ കാർഡമം അത്ര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, വലിയൊരു തുടം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലാതെ ചതച്ചത്. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാനൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഈ ഹോൾ സ്പൈസസ് ചതയ്ക്കാതെ തന്നെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഏലക്ക നമുക്കൊരു 6-7 എണ്ണം ഞാൻ ഇട്ടത് ചെറുതാണ് കേട്ടോ. വലുതാണെങ്കിൽ ഒരു 5 എണ്ണം മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 വലിയ സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നൈസായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ മട്ടൺ ഇട്ടതിന് ശേഷവും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതിയാകും. ഇനി ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 7 പച്ചമുളക് കീറിയത് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ കുറച്ച് കൂട്ടാം, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വലിയ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ ഞാൻ സാധാരണ എല്ലാവരും സ്റ്റൂവിന് ടൊമാറ്റോ ഇടാറില്ല, ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഒരു ചെറിയ ടൊമാറ്റോ ഇട്ട്, അതാണ് അതിനൊരു ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നേരത്തെ ചതച്ച് വെച്ചതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, ഒരു വലിയ പൊട്ടാറ്റോ ഞാൻ ചെറുതായിട്ട് സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുത്തു. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ മട്ടൻ്റെ അളവാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. അപ്പോൾ മട്ടന് നമുക്ക് ക്യാരറ്റ് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ക്യാരറ്റ് എല്ലാ സ്റ്റൂവിനും ചിലർ ചേർക്കാറുണ്ട്. എനിക്ക് ക്യാരറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഉപ്പിൻ്റെ കാര്യം. അപ്പോൾ ഉപ്പ് ഇപ്പോൾ ബാക്കി ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കാം. ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഒരു കുക്കറിലോട്ട് നമുക്ക് മാറ്റാം. പിന്നെ കുക്കറിൽ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഇതിന് തന്നെ നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വരും. മട്ടണിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചതേ ഉള്ളൂ, അത് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ 2 വിസിൽ, ഫുൾ വിസിൽ വന്നിട്ട് പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 വിസിൽ, മാക്സിമം 5 അല്ലെങ്കിൽ 4 ആകുമ്പോഴത്തേക്ക് വെന്തോളും. അത് ശ്രദ്ധിച്ചോളാം. അപ്പോൾ എൻ്റെ മട്ടൺ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് തന്നെയാണ് എല്ലാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചതച്ച പെപ്പറാണ്. അപ്പോൾ അതെന്തായാലും മസ്റ്റായിട്ട് ചേർക്കുക, കാരണം എരിവും ടേസ്റ്റും കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ്, ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഫാക്ടർ, നമ്മുടെ ഒരു 20ഓളം കാഷ്നട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളം ചേർത്ത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു. എല്ലാവരും സ്റ്റൂവിന് കാഷ്നട്ട് ചേർക്കണമെന്നില്ല, പക്ഷേ ഞാനിവിടെ ചേർക്കാറുണ്ട്. കാഷ്നട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. ചെയ്തിട്ട് ആ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുക. പിന്നെ ഞാൻ വലിയൊരു കപ്പ് നിറച്ച് 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 1-ാം പാല്, 2-ാം പാല് ഇതിൽ ചേർക്കണ്ട കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആണെങ്കിൽ നമുക്ക് 1-ാം പാല് തന്നെ ചേർത്ത് കൊടുക്കാം, 2-ാം പാല് വേണ്ട. ഇനി ഞാൻ ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. മല്ലിയില ചില സ്റ്റൂവിനൊന്നും ചേർക്കാറില്ല, പക്ഷേ ഈ സ്റ്റൂവിന് മല്ലിയിലയും കറിവേപ്പിലയും ഒരുപോലെ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഒരു 20 മിനിറ്റിനുള്ളിലാണ് ഞാനിത് റെഡിയാക്കിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാതെ ആ ഗ്രേവി എത്ര തിക്കാണോ അതേപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം തീർച്ചയായിട്ടും തയ്യാറാക്കിയിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഈദ് സ്പെഷ്യലാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഈസി റെസിപ്പി തന്നെയാണ്. ഇതിനൊപ്പം ചേരുന്നത് എന്തായാലും അപ്പം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൈസ് പത്തിരി കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസൊക്കെ പറയുക. ഇത് ഞാൻ വിളമ്പി കാണിക്കാം. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും, വളരെ ടേസ്റ്റി ആയിട്ടുള്ള 100% ഗ്യാരണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊന്നും പറയാൻ മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു ടേസ്റ്റി എപ്പിസോഡുമായി കാണുമ്പോഴേക്കും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.